പകർപ്പവകാശ ലംഘനം മോഹൻലാലിന്റെ ബറോസ് വൈകുമോ? മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിനെതിരെ പകർപ്പവകാശ ലംഘനം ആരോപിച്ച് ജർമ്മൻ മലയാളിയായ എഴുത്തുകാരൻ ജോർജ് തുണ്ടിപ്പറമ്പിൽ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബറോസ് ദി ഗാർഡിയൻ ഓഫ് ദി ഗാമയുടെ നിർമ്മാതാക്കൾക്ക് ജോർജ് വക്കീൽ നോട്ടീസ് അയച്ചു. ബറോസിന്റെ കഥയും 2008 ജോർജ് തുണ്ടിപ്പറമ്പിൽ എഴുതി പുറത്തിറക്കിയ മായ എന്ന നോവലും തമ്മിൽ സാമ്യമുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് TK രാജീവ് കുമാർ ആണ്. ഓണം റിലീസായി ചിത്രം എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ പ്രതിസന്ധി. സിനിമ റിലീസ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ ജിജോ പുന്നൂസ്, മോഹൻലാൽ, TK രാജീവ് കുമാർ എന്നിവരോട് എഴുത്തുകാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2008 പുറത്തിറങ്ങിയ ജോർജിന്റെ മായ എന്ന പുസ്തകം കാപ്പിരിമുത്തപ്പൻ എന്ന മിത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർട്ട് കൊച്ചിയിൽ പ്രചാരത്തിലുള്ള കഥയാണിത്. വാസ്കോഡ ഗാമ നിധി സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു ആഫ്രിക്കൻ അടിമയുടെ ആത്മാവാണ് കാപ്പിരിമുത്തപ്പൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വാസ്കോഡ ഗാമയുടെ പിൻഗാമി പോർച്ചുഗൽ നിന്ന് വരുന്നതുവരെ നിധികൾ സംരക്ഷിക്കാൻ അടിമയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതാണ് കഥയുടെ പശ്ചാത്തലം. തന്റെ പുസ്തകം പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷം പ്രഖ്യാപിച്ച ബറോസിന്റെ പ്രമേയം തന്റെ നോവലിനോട് വളരെ സാമ്യമുള്ളതാണെന്ന് ജോർജ് പറയുന്നു. വിപണിയിൽ ഇതിനോട് സമാനമായ മറ്റൊരു പുസ്തകം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മായ എന്ന തന്റെ പുസ്തകത്തിന് സമാനമായ നിരവധി കഥാസന്ദർഭങ്ങൾ ബറോസിനെ കുറിച്ച് ഇതുവരെ പുറത്തുവന്ന വിവരണങ്ങളിൽ കണ്ടെത്താനായെന്നും ജോർജ് അവകാശപ്പെടുന്നു. 2016 മായ എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി തന്റെ സുഹൃത്ത് രാജീവ് കുമാറിന് കൊടുത്തിരുന്നുവെന്നും ജോർജ് അവകാശപ്പെടുന്നു. ജിജോ പുന്നൂസുമായി ചേർന്ന് നോവൽ സിനിമയാക്കുമെന്ന് സുഹൃത്തിനോട് പറഞ്ഞിരുന്നുവെന്നും ജോർജ് പറഞ്ഞു. 2017 ഒരു ആഫ്രോ ഇന്ത്യൻ പോർച്ചുഗീസ് മിത്തിനെ കുറിച്ച് ജിജോ പൊന്നൂസ് എഴുതിയ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ബറോസിന്റെ തിരക്കഥയെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ പിന്നീട് ഇത് തന്റെ തിരക്കഥയല്ലെന്നും സംവിധായകൻ TK രാജീവ് കുമാറിന്റെ സഹായത്തോടെ മോഹൻലാൽ തന്റെ തിരക്കഥയിൽ നിന്ന് മാറ്റി എഴുതിയതാണെന്നും ജിജോ പൊന്നൂസ് പറഞ്ഞിരുന്നു.